ഇന്ത്യയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ഇന്ന് വർത്തമാനം പറയുന്നത് നല്ല രസമുള്ള ഒരു വർത്തമാനക്കാരനാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും എം പിയുമാണെങ്കിലും ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ സ്വതന്ത്രമായ ഒരു എഴുത്തുകാരൻ്റെ അഭിപ്രായമാണ്. അതായത് ശശി തരൂരിൻ്റെ എന്നാ ഡിപ്ലോമാറ്റ് ഇതിൽ വരരുത്, ഡിപ്ലോമാറ്റിക് ആവരുത് എന്നർത്ഥം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ശശി തരൂരിനെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്നാലും ഞാൻ ഓർത്ത് വിഷമിക്കാറുണ്ട്. കാരണം നിങ്ങൾ കേരളത്തിന് പുറത്ത് പഠിച്ച ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റായി ഇങ്ങനെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ, ഒരു വാക്ക് എഴുതണമെങ്കിൽ ഇവിടുത്തെ ഇടത് വലത് ചേരികളെ പേടിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ചില സത്യങ്ങൾ പറയാതിരിക്കാം, അല്ലെങ്കിൽ അമിതമായിട്ട് പറയണം. ഇത് എങ്ങനെയാണ് ഈ സമ്മർദ്ദത്തെ നിങ്ങൾ നേരിടുന്നത്? അതല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കുഴപ്പം. അത് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമല്ല, ഭാരതം മുഴുവൻ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ തെറ്റിദ്ധരിക്കാനും അതിനെ ട്വിസ്റ്റ് ചെയ്യാനും ആൾക്കാർ റെഡിയാണല്ലോ. അത് നമ്മൾ കണ്ടിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ വർഷത്തിലാണ് ഈ അനുഭവം ഉണ്ടായത്. ഞാൻ ആക്ച്വലി ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ എനിക്ക് നല്ലൊരു പ്രശ്നമായിരുന്നു. ആൾക്കാരൊക്കെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒക്കെ നല്ല വാക്കോട്ടാണ് എഴുതുക. അപ്പം ഞാൻ ആ പ്രതീക്ഷയിലാണ് രാഷ്ട്രീയത്തിൽ വന്നത്. പിന്നെ അതായിരുന്നില്ലേ യാഥാർത്ഥ്യം. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഇലക്ഷൻ ജയിച്ച ഉടനെ എന്നെക്കുറിച്ച് മോശം എഴുതാനാണ് ആൾക്കാർ ഇറങ്ങിയത്. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അതിന് വിവാദമാക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു കാറ്റൽ ക്ലാസ് വിവാദം? ഞാൻ ആക്ച്വലി ഞങ്ങളുടെ സർക്കാരിൻ്റെ ഒരു ഓസ്റ്റെറിറ്റി ഡ്രൈവായിരുന്നു. എല്ലാ മന്ത്രിമാരൊക്കെ എക്കോണമി ക്ലാസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഒരു BJP ജേർണലിസ്റ്റ്, അത് അറിഞ്ഞതും കൂടിയില്ല, ഇയാൾ BJP കാരനാണ്, അദ്ദേഹം ചോദിച്ചു ട്വിറ്ററിൽ, മന്ത്രി സാറെ നിങ്ങളിപ്പോൾ കാറ്റൽ ക്ലാസ്സിൽ പോകുമെന്ന്. കാറ്റൽ ക്ലാസ് പറഞ്ഞാൽ വെസ്റ്റിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരു സാധാരണ എക്സ്പ്രഷനാണ്. കാറ്റൽ ക്ലാസ് പറഞ്ഞാൽ നമ്മൾ ആ പ്ലെയിനിൽ സഞ്ചരിക്കുന്നവരെ ആക്ഷേപിക്കുകയല്ല, പ്ലെയിൻ കമ്പനികളെ ആക്ഷേപിക്കുകയാണ്. കാരണം അവർ നമ്മളെല്ലാവരും കണ്ണുകാലിയെ പോലെ ഒരു പ്ലെയിനകത്ത് തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ആ എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. ഇതൊരു 10-30 വർഷമായിട്ട് ഞാൻ അമേരിക്കയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം അറിയാം. അപ്പോൾ ഞാനൊരു ജോക്ക് അടിച്ചു വിട്ടു, യെസ് ഐ വിൽ ട്രാവൽ കാറ്റൽ ക്ലാസ് ഔട്ട് ഓഫ് സോളിഡാരിറ്റി വിത്ത് ഓൾ ആ ഹോളി കവേഴ്സ്. അത് പറഞ്ഞ് ഞാൻ പ്ലെയിനിൽ കയറി ആഫ്രിക്കയിൽ പോയി. ആഫ്രിക്കയിൽ ഞാൻ ആദ്യത്തെ മന്ത്രിയായിരുന്നു പിന്നെ ലൈബീരിയ രാജ്യത്ത് എത്താൻ. അപ്പോൾ ഞാൻ പ്ലെയിൻ, ആ കാലത്ത് അത്രയൊന്നും ഫോണും എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് 23 മണിക്കൂറിൻ്റെ ജേണിയും കൂടി ആയിരുന്നു. ബ്രസൽസ് വഴി പോയിട്ട് അങ്ങനെ ആക്ര വഴി പോയിട്ട് അവസാനത്തെ ലൈബീരിയ എത്തണം. ഞാനവിടെ എത്തുമ്പോഴേക്കും നമ്മളുടെ ചാണകം ഫാനിൽ കൊണ്ടുപോലെയായിരുന്നു സ്ഥിതി എന്നാണ് ഞാൻ കേട്ടത്. അല്ല, ഇപ്പോൾ ഈ ജോക്ക് എന്നൊക്കെ പറയുന്ന ഒരു അസോസിയേഷൻ ഓഫ് ഐഡിയാസ് ആണ്. അതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഇപ്പോൾ ഒരു ജോക്ക് പറയണം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഈ ശശി തരൂർ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ, ശശി തരൂർ എന്ന് പറഞ്ഞ ഡിപ്ലോമാറ്റ് ഒന്ന് വിലക്കുവോ? അതുമാത്രമല്ല, ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എളുപ്പമായിരുന്നു ചിലവർക്ക്, എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് പറയാൻ, ഇദ്ദേഹം സാധാരണക്കാരെ ആക്ഷേപിക്കുകയാണ്. നമ്മളൊക്കെ എക്കോണമി ക്ലാസ് ടിക്കറ്റ് മേടിക്കുന്നവരെ കണികാലികളെ പോലെ കാണുകയാണെന്ന് പറഞ്ഞിട്ട് അവർ അതിനെ വിവാദമാക്കി. അവസാനത്തെ 4 ദിവസമൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അതേ അതിനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മലയാളത്തിലും ഹിന്ദിയിലും ഓരോരോ ഇന്ത്യൻ ഭാഷയിലാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു വിവാദമാണ്. അപ്പോൾ അവസാനത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പറയേണ്ടി വന്നു, എന്താണത്, ഫോർ ഗോഡ് സേക്ക് ഇറ്റ് വാസ് ഓൺലി എ ജോക്ക് എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ പറഞ്ഞിട്ടാണ് അതിൻ്റെ പിന്നെ കഥ ആ സമയത്ത് തീർന്നു. പക്ഷെ ഇതേപോലെ 4-5-6 തവണ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ ട്വിസ്റ്റ് ചെയ്യാനൊരു വിഷയമാക്കി. ഒരു ഉദാഹരണമാണ് വേറൊന്ന്. ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോൾ UN ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ഇൻ്റർലോക്യൂട്ടർ. അതിൻ്റെ അർത്ഥം നമ്മൾ സംസാരിക്കുന്ന വ്യക്തി. ഇപ്പോൾ ജോണി ലൂക്കോസ് ആണ് എൻ്റെ ഇൻ്റർലോക്യൂട്ടർ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർലോക്യൂട്ടറാണ്. നമ്മൾ സംസാരിക്കുന്നത് പരസ്പരമായിട്ട്, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ സൗദി അറേബ്യയിൽ പറഞ്ഞില്ലേ, പിന്നെ ആ സൗദി അറേബ്യ നമ്മുടെ ഒരു യൂസ്ഫുൾ ഇൻ്റർലോക്യൂട്ടർ ആണെന്ന് പറഞ്ഞപ്പോൾ അതിന് ചിലവർ മനപ്പം ട്വിസ്റ്റ്. ഇയാൾ പറയുന്നു സൗദി അറേബ്യ ഇൻ്റർമീഡിയറി ആക്കണം, ഇൻ്റർലോക്യൂട്ടർ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥമാണ് പാകിസ്ഥാൻ്റെ ഒപ്പം നമ്മുടെ പോളിസീനെ ഒക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒപ്പം സൗദി അറേബ്യ ഉപയോഗിക്കാൻ പോകുന്ന സംസാരിക്കാൻ പറഞ്ഞിട്ട് വലിയൊരു വിവാദം ഉണ്ടാക്കി. അതോടെ മൻമോഹൻ സിംഗിന്റെ സൗദി അറേബ്യ വിസിറ്റ് നശിച്ചുപോയി. ഇതൊക്കെയായിരുന്നു രാഷ്ട്രീയ. അവസാനത്ത് എനിക്ക് ഒന്നും പറയാതിരിക്കുന്ന ഭേദം തീരുമാനിക്കുന്നു. വന്ന് നമുക്ക് ഒരു എക്സ്ട്രീം പൊസിഷൻ എടുക്കുന്ന ആള് മാത്രമേ ഒരു നേതാവുള്ളൂ. ഈ സാഹിത്യത്തിൽ പോലും അങ്ങനെയാണ്. എക്സ്ട്രീം പൊസിഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആർക്കും വേണ്ട എന്നുള്ളതാണ്. ഇപ്പൊ മഹാത്മാഗാന്ധി, താങ്കൾ ഇപ്പൊ അംബേദ്കറെ കുറിച്ചാണ് അവസാന പുസ്തകം എഴുതിയത്. ഇപ്പൊ ഗാന്ധിജിയും അംബേദ്കറും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ പക്ഷമാണെന്നുണ്ടെങ്കിൽ അംബേദ്കറുടെ പക്ഷമല്ല എന്നാണ് ഇപ്പൊ അർത്ഥം. അംബേദ്കറുടെ പക്ഷമാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ പക്ഷം അല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ എക്സ്ട്രീം പൊസിഷൻ എടുക്കണം എന്നുള്ള ആ ഒരു വലിയ ടെൻഡൻസി
താങ്കൾക്കൊരു ഭാരമാവുന്നുണ്ടോ? ഇല്ല, ഞാൻ എഴുതിയത് ആ. ആ കാലത്തിൽ ചില തെറ്റിദ്ധാരണകൾ രണ്ടാളുടെ ഇടയിൽ ഉണ്ടായിരുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു പല വിഷയത്തിലും ശരിക്കും അംബേദ്കറിൻ്റെ പൊസിഷൻ ആയിരുന്നു കറക്റ്റായത്. പക്ഷേ അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയോട് സംസാരിച്ച് ഉപയോഗിച്ച ഭാഷ അത് കുറച്ച് അനാവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ എഴുതുകയും ചെയ്തു. കാരണം മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ കൂടി അംബേദ്കർ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, 1-2 വർഷം കഴിഞ്ഞിട്ട് മഹാത്മാഗാന്ധി ആക്ഷേപിച്ചിട്ട് അദ്ദേഹം ഒരു മഹാത്മയൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിന് വിഷം ഞാൻ കണ്ടു, ഒരു പാമ്പായിരുന്നു, അങ്ങനെ ഒരു സംസാരമൊക്കെ ചെയ്യാൻ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ തർക്കത്തിൽ പലവർക്കും റീസണബിൾ ആയിട്ട് അംബേദ്കർ എടുത്ത സ്റ്റാൻഡാണ് കറക്റ്റ് പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള സംസാരിക്കാൻ രീതി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അംബേദ്കറിൽ ആകർഷണമായിട്ട് അംബേദ്കറെ കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതുന്ന ശശി തരൂര് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില വിമർശനങ്ങളും കൂടെ ഉന്നയിക്കുകയാണ്. ഇപ്പൊ നേരത്തെ നമുക്ക് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ EMS പ്രസംഗിക്കുകയാണെന്നുണ്ടെങ്കിൽ EMS എന്താണ് നമ്മളുടെ എതിരാളികൾ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്ന് എടുത്തു പറയുന്നു. അത് സാമ്രാജ്യത്വ കുത്തക എന്തു ആയിക്കോട്ടെ, അവരിങ്ങനെയാണ് പറയുന്നത്, എന്നിട്ട് അതിൻ്റെ മറുവാദം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ അംബേദ്കറെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ തന്നെ താങ്കൾ അംബേദ്കറെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് ആദിവാസികൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിന് അദ്ദേഹം എതിരായിരുന്നുവെന്ന്. ഇപ്പോൾ പക്ഷേ നമുക്ക് വിമർശിക്കാൻ പാടില്ല. നിങ്ങൾ വിമർശിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആട്ട് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരിക്കും ഒരു സംവാദം നടക്കാത്തൊരവസ്ഥയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, കുറച്ചൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ആത്മസ്യ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അംബേദ്കറിൻ്റെ നല്ല കാര്യങ്ങൾ കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം എഴുതിയ ശേഷം എന്നാലും 2-3 ചെറിയ കുറവുണ്ടായിരുന്നു ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്കിതിൽ വലിയൊരു തെറ്റ് തോന്നി. ഇൻഫാക്ട് ഇപ്പം കൂടി വലിയൊരു വിവാദം ഉണ്ടായില്ല. ചില അംബേദ്കർ റൈറ്റ്സ് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു മനുഷ്യനെ ഒരു ദൈവം പോലെ ആക്കി അദ്ദേഹം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് തെറ്റില്ല എന്ന് കാണുന്നവരുടെ ഇടയിലല്ല ഞാൻ നെഹ്റുവിനെ കുറിച്ചും ഇതുപോലെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം. പക്ഷെ അതിലും ഞാൻ എന്താ എഴുതിയിരിക്കണം, നെഹ്റുവിൻ്റെ പല കാര്യങ്ങളും നന്നായിരുന്നു. അദ്ദേഹമാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഒരു കെട്ടിയ ഒരു വ്യക്തിയായിട്ട്. എൻ്റെ ടൈറ്റിലായിരുന്നു നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ. പക്ഷെ അതിൻ്റെ ഒപ്പം ചില കാര്യങ്ങൾ അത് ചെയ്തത് ശരിയായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചതിന് എനിക്കിതിനൊരു നാണക്കേട് തോന്നിയില്ല. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ഫേവറിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരാണ്. ഈ ലോകത്തിൽ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കുറച്ച് ഗ്രേയും ഉണ്ടാവാന്നൊരു വിശ്വാസം എനിക്കുള്ളത്. അത് ഒരു എഴുത്തുകാരനായിട്ട് കാണുകയായിരിക്കും മനുഷ്യന്മാരുടെ ഞാൻ എൻ്റെ ആദ്യത്തെ നോവൽ എഴുതിയത് മഹാഭാരതയെ കുറിച്ചാണ് ഓർമ്മയില്ലേ. മഹാഭാരതത്തിൽ എന്താ ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മുടെ ദൈവങ്ങൾക്കും കൂടി ഫീറ്റ് ഓഫ് ക്ലേ ഉണ്ടാവാം, അവർക്കും ചില തെറ്റുകൾ പോലെ അവർ പെരുമാറ്റത്തിൽ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ വളർന്നിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് എഴുതുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു സെയിന്റ് ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനല്ല. അപ്പം ഇന്ത്യയുടെ വർത്തമാനത്തിലേക്ക് കടന്നാല് ഇപ്പം നമ്മളൊരു സ്കൂളിൽ തന്നെ ഒരു പ്രതിജ്ഞ ചൊല്ലി പഠിക്കും, അതായത് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്. അതൊരു കാൽപ്പനിക ഭാവനയായിട്ട് മാറിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ, അതോ അതൊരു യാഥാർത്ഥ്യമാണോ? നോക്കൂ, ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ ഒരു വിവാദമായി മാറി വന്നതിൻ്റെ അർത്ഥം നമ്മളെ ഭരിക്കുന്നവർ പറയുന്നത് ഈ ഭാരതം എല്ലാവരുടെയും രാജ്യമല്ല, ഹിന്ദുക്കളുടെ രാജ്യമാണ്, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ആവേണ്ടത്. ഇത് നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത കാലത്തിലേ RSSകാർ പറഞ്ഞൊരു കാര്യമാണ്, ഇത് പുതിയതല്ല. പക്ഷേ ഇത് ആദ്യത്തെ തവണയാണ് തിരഞ്ഞെടുത്ത് വന്ന ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരും ഇങ്ങനെയുള്ള ഭാഷയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയണത് എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരന്മാരല്ല, ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ ആദരിക്കുന്ന ഹീറോസും ദൈവങ്ങളെയും കുറിച്ച് അവരും ആദരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ നമ്മുടെ സഹോദരന്മാരാണ്. അവർ ദൈവങ്ങൾ വേറെ രാജ്യത്തിലാണ്, അവർ ഹീറോസ് വേറെ ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് അവർ വേണ്ട, അവർ നമ്മളെ പോലെ അല്ല. അങ്ങനെ ഒരു സംസാരം ഞാൻ ആദ്യ തവണ കേട്ടിരിക്കണം. കഴിഞ്ഞ നമ്മുടെ BJP ഭരിച്ചപ്പോൾ വാജ്പേയി അങ്ങനെയല്ല സംസാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ BJP സർക്കാർ ഈ 10 വർഷക്കാലമായിട്ടും പ്രത്യേകിച്ച് കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ അവർ സംസാരിച്ച പല കാര്യങ്ങളും ശരിക്കും നമ്മുടെ ഭരണഘടന വിരുദ്ധമാണെന്ന് എൻ്റെ വിശ്വാസം. അംബേദ്കർ എപ്പോഴും പറഞ്ഞ ഒരു പ്രഭാഷണം അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പറഞ്ഞത്, ഐ വോണ്ട് എവ്രി വൺ ടു ബി ഇന്ത്യൻസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. നമ്മുടെ ആദ്യത്തെ ഐഡന്റിറ്റി ഇന്ത്യൻ ആവണം, ബാക്കിയെല്ലാം നമ്മുടെ ജാതി, നമ്മളുടെ മതം, നമ്മളുടെ ഭാഷ, നമ്മളുടെ സംസ്ഥാനം, അതെല്ലാം വേറെ കാര്യങ്ങളാണ്. ആദ്യം
എല്ലാവരും ഇന്ത്യൻ ആണെന്നും അംബേദ്കർ തന്നെ പറഞ്ഞു. അദ്ദേഹം നമ്മളിപ്പോൾ കാണുന്നത് ഒരു ദളിത് നേതാവായിട്ടാണ് ചിലവർ സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പ്രധാനപ്പെട്ടത് ഒരു ഇന്ത്യൻ വിഷനറി ആയിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഭരണകർത്താക്കളുടെ കാര്യമാണ് പറഞ്ഞത്. ഭരണത്തിലുള്ളവർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരെ അവരെന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം മാറ്റുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി കാണിക്കാത്തത്? ഇപ്പം ഞാൻ നമ്മുടെ ചരിത്രത്തിലേക്ക് തന്നെ പോയാൽ 46 നവഖാലിയിൽ കലാപമുണ്ടായപ്പോൾ അവിടെ ഹിന്ദുക്കളായിരുന്നു ഇരകൾ. അവർ മഹാത്മാഗാന്ധി ഹിന്ദുക്കൾക്കൊപ്പം നിന്നു, മുസ്ലിങ്ങളോട് വളരെ ബ്ലെൻഡായിട്ട് കാര്യം പറയുന്നു. അതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറിലെ മുസ്ലിമുകളായിരുന്നു അവിടുത്തെ ഇരകൾ. അതുകൊണ്ട് ഹിന്ദുക്കളുടെ മുഖത്ത് നോക്കി അദ്ദേഹം കാര്യം പറയുന്നു. 1947 നെഹ്റു പ്രധാനമന്ത്രി ആയതിനു ശേഷം അവിടെ ഡൽഹിയിൽ നെഹ്റു ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി, കലാപകാരികളുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, നിസ്സഹായനായ ഒരു മുസ്ലിമിന് തല്ലുന്നതിന് മുമ്പ് എന്നെ തല്ലണം, എന്നെ തല്ലിയതിന് ശേഷമേ നിങ്ങൾക്കത് കഴിയൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ അങ്ങനെ ഒരു ഇച്ഛാശക്തി കാണിക്കാത്തത്? അതൊരു വിശ്വാസം വേറെയാണ്. ആ കാലത്ത് തന്നെ അവര് മുസ്ലിംസിന് എതിര് സംസാരിച്ചു എന്ന് മാത്രമല്ല, പല വിഷയത്തിലും അവരായിരുന്നു ഗാന്ധിജിയും എതിരിച്ചത്. ഒരിക്കലും മറക്കരുത്, നാഥുറാം ഗോഡ്സെ RSS അംഗമായിരുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആയിരുന്നു. RSSന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ട് ഈ കൊലപാതകം നടത്തിയത്. പക്ഷെ RSS സംസാരിച്ച ഈ ക്രോധം, വിദ്വേഷം ആ കാലത്ത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ എതിര് സംസാരിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും നോക്കുകയാണ്, നരേന്ദ്രമോദി 8 വയസ്സിലെ ഒരു ബാൽ സ്വയം സേവക്കായിരുന്നു RSSൻ്റെ. അദ്ദേഹം എന്ത് കേട്ട് പഠിച്ചിട്ടാണ് വളർന്നിരിക്കുന്നത്? അദ്ദേഹം കേട്ടത് മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തെ ചതിച്ചൊരു വ്യക്തിയാണ്. ഹിന്ദുക്കൾ എതിര് നിന്നു. അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത 55 കോടി, ആ കാലത്ത് 55 കോടി, ഇന്നതൊരു 550 കോടി പോലെ ആയിട്ട്, ആ 55 കോടി കൊടുക്കണം എന്ന് പറഞ്ഞാലും നിരാഹാര സമരം നടത്തിയത്. എന്നിട്ടാണ് പട്ടേൽ അവസാനത്ത് സമ്മതിച്ച് ശരി പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാര സമരം അവസാനിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇയാൾ മുസ്ലിംസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്, ഇയാൾ എന്ത് ഹിന്ദുവാണ്, ഹിന്ദുക്കളുടെ ശത്രുവെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു വിശ്വാസത്തിൽ വളർന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത്. ഇന്ന് രാവിലെ ഇതേ വേദിയിൽ ടി പത്മനാഭനുമായിട്ട് ഒരു സംവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ടി പത്മനാഭൻ പറയുകയായിരുന്നു, ഇന്ന് ആയിരുന്നെങ്കിൽ, ഇപ്പോൾ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ഗോഡ്സെയോടെങ്കിൽ ഗോഡ്സെയോട് ഒരു തോക്ക് ഇരുന്ന് വാങ്ങി അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചേനെന്ന്. അതുപോലെ പി കൃഷ്ണപിള്ള ഇപ്പോൾ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം പാമ്പിനെ തേടി പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പി കൃഷ്ണപിള്ള പാമ്പ് കടിച്ചാണല്ലോ മരിച്ചത്. പാമ്പിനെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അപജയം വന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. ഇപ്പം ഈ ജാതിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ജാതി എന്ന് പറയുന്ന ലേബൽ തീരെ അതിനെക്കുറിച്ച് ബോധവാനല്ലാതെ താങ്കൾ വളർന്നതാണ്. താങ്കൾ മുംബൈയിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് താങ്കൾ ഏതാണ് ജാതി എന്ന് ചോദിക്കുന്നത് നടൻ ഋഷി കപൂറാണ്. അങ്ങനെയല്ലേ ആദ്യമായിട്ട് താങ്കൾക്ക്? പക്ഷേ അപ്പം അതുകൊണ്ട് എന്തിനാണ് അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നിയ താങ്കൾക്ക് അതിനുശേഷം താങ്കളുടെ പുസ്തകം, അതായത് വൈ ഐ ആം ഹിന്ദു എന്നുള്ള പുസ്തകം വന്നതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ കത്ത് വന്നു. പെൺകുട്ടികൾ അയക്കുന്ന കത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിവുണ്ട്, അതുകൊണ്ട് പറയാണ്. ആ പെൺകുട്ടിയുടെ കത്തില് നിങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. എന്ത് തിരിച്ചറിവാണ് താങ്കൾക്ക് അതുണ്ടാക്കിയത്? അതൊക്കെ ശരി തന്നെയാണ് പറഞ്ഞത്. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് ജാതികൾ. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ആ നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് കാലത്താണ് പഠിച്ചത്. അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂൾ വരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നായർ പേര് അദ്ദേഹം ഉപേക്ഷിച്ചു. അത് ആ കാലത്ത് മഹാത്മാഗാന്ധിയും പലരും പറഞ്ഞു ജാതി പേരൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് മാത്രം മതി പറഞ്ഞിട്ട് പിന്നെ ഈ ജാതി പേര് അദ്ദേഹം ഉപേക്ഷിച്ചു ആ കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലണ്ടനിലാണ് അദ്ദേഹം പഠിച്ചതും ആദ്യത്തെ ജോലി എടുത്ത് ഞാൻ ജനിച്ചതും ഒക്കെ ലണ്ടനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യയിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് 2.5 വയസ്സ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ, 30s, ഒരു കഷ്ടിച്ച് 30 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വന്നത് ഇന്ത്യക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിശ്വാസങ്ങളായിരുന്നു എപ്പോഴും അദ്ദേഹം മനസ്സിലുണ്ടായത്. ആ സമയത്ത് ആൾക്കാർ പറഞ്ഞു ജാതിയൊന്നും വേണ്ട. നെഹ്റുജി എന്താ എഴുതിയത്? ജാതി തന്നെത്താനെ മാഞ്ഞു പോവും ഇന്ത്യയിൽ നിന്ന്, ഇറ്റ് വിൽ ഡിസപ്പിയർ ഫ്രം ദ ഫേസ് ഓഫ് ഇന്ത്യ. അതായിരുന്നു നെഹ്റുവിൻ്റെ വിശ്വാസം. അപ്പം ആ തലമുറയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ബോംബെ ആയിരുന്നവർ. ആ കാലത്ത് ബോംബെയിലത്തെ എല്ലാ കുട്ടികളും ഓരോരോ മതവും ജാതിയിലത്തെ വ്യക്തികൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒപ്പം കളിക്കാൻ വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മതം, ഒരു മനുഷ്യൻ്റെ ജാതിയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ 10-15 വയസ്സ് വരെ എന്താ ജാതിയെന്നും കൂടി അറിഞ്ഞിട്ടില്ല.
എന്താ മതം എന്ന് ഒരുമാതിരിയൊക്കെ അറിയാൻ കാരണം നമ്മൾക്ക് ക്രിസ്ത്യൻസ് കാറ്റക്കിസം പഠിക്കും, ഹിന്ദുക്കൾ ഞാൻ മിഷണറി സ്കൂളായിരുന്നു, അപ്പോൾ ഹിന്ദുക്കൾ മോറൽ സയൻസ് പഠിക്കും, മുസ്ലിംസ് ഞങ്ങളുടെ ഒപ്പം മോറൽ സയൻസ് പഠിക്കും. അതായത് അതൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വീടിൻ്റെ അകത്തൊരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ വളർന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഞാനും ഋഷിക്കപോലും ഒരു മത്സരത്തിൽ പങ്കെടുത്ത ഒരു ഇന്റർ ക്ലാസ് ഡ്രമാറ്റിക്കിൽ ഞാൻ നന്നായി ചെയ്തു, നന്നായി ആക്ട് ചെയ്തു, അഭിനയിച്ചു. അപ്പോൾ അവൻ എന്നെ സ്കൂളിൽ കോടിപ്പടി കയറും എന്നെ തടുത്തിയിട്ട് ചോദിച്ചു, എന്താണ് എൻ്റെ ജാതി എന്ന് ചോദിച്ചു. അപ്പം എനിക്കറിഞ്ഞില്ല മറുപടി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, യു മീൻ യു നോട്ട് എ ബ്രാഹ്മിൻ ഓർ സംതിങ്? ഞാൻ പറഞ്ഞു, ഞാൻ സംതിങ് കൂടിയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ആ ദിവസം തന്നെ വീട്ടിൽ പോയി അച്ഛൻ ചോദിച്ചു, എന്താ നിങ്ങൾ പറയാം, എന്താണ് ഈ ജാതി പറയുക സാർ, വാട്ട് ഈസ് കാസ്റ്റ്, വാട്ട് കാസ്റ്റ്? അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, ഇതിലൊരു സാമൂഹ്യത്തിൻ്റെ ഒരു പഴയ രീതിയിലത്തെ ഒരു ചിന്തയാണ്, ഞങ്ങളെ അങ്ങനെ ചിന്തിക്കാറില്ല, പക്ഷേ ഇതാണ് നമ്മുടെ ജാതി, നമ്മൾ നായന്മാരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പക്ഷേ എന്നാലും ഞാൻ വളരുമ്പോഴും എൻ്റെ അച്ഛനും നമ്മുടെ വീട്ടിലും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജാതി നോക്കിയിട്ട് ഞങ്ങളുടെ വീട്ടിനകത്ത് കിടത്താൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കലോ അടുക്കളയിൽ പ്രവർത്തിക്കലോ, അടുക്കളയിലും കൂടി ആരാ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ജാതി ചോദിക്കാതെ അങ്ങനെയാണ് ഞാൻ വളർന്നിരിക്കുക. ഇപ്പം കൂടി ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജാതി ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ വളർന്നിരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ചിന്ത ഒഴിവാക്കാൻ സാധിക്കില്ല എന്നും സത്യമാണ് ജോണി. അപ്പൊ അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നെഹ്റുവിന്റെ വിചാരം ഒരു 25 വർഷം കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഈ ജാതി അപ്രത്യക്ഷമാകുമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ 50 വർഷവും കഴിഞ്ഞതിന് ശേഷം താങ്കളുടെ പാർട്ടി ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം ഈ രാഷ്ട്രീയത്തിൽ ജാതി ഒരു സജീവ ചർച്ചാ വിഷയമായി തുടരണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, എന്താ കാരണം? ആ പെൺകുട്ടി എഴുതിയ പോലെ ഈ സവർണ ജാതിക്കാർക്കാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ ഞങ്ങൾക്ക് ജാതി ഇമ്പോർട്ടൻ്റ് അല്ല, ഞങ്ങൾ കാസ്റ്റ്ലെസ്സായി വളർന്നു, ഞങ്ങൾക്ക് ജാതി പ്രശ്നമല്ലെന്ന് പറയാൻ. കാരണം നമ്മൾക്കൊരു പ്രിവിലേജ് ഉണ്ട്. പക്ഷെ ഒരു ദളിത് വ്യക്തിയോട് ചോദിച്ചോളൂ, നിങ്ങൾ ജാതിയെക്കുറിച്ച് ചിന്തിക്കാതെ വളരാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഏത് ദളിത് വ്യക്തിയും പറയും ഒരിക്കലും സാധിക്കില്ല, എൻ്റെ എല്ലാ ദിനവും ഇത് അറിഞ്ഞിട്ടും ഇതിൻ്റെ കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത് പറയും. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്? നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ഒരു ദിവസം നമ്മൾക്ക് തന്നെ ഒരു തിരിച്ചടി കിട്ടും. ഞാൻ എൻ്റെ ഓഫീസ് ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യത്തെ ടേമിൽ പലവരെ റിക്രൂട്ട് ചെയ്തപ്പോൾ ഞാൻ ആരുടെയും ജാതി ചോദിച്ചില്ല. എന്നിട്ട് ആക്ഷേപം വന്നു, ഇയാളുടെ ഓഫീസിലൊക്കെ നായന്മാരാണെന്ന് പറഞ്ഞിട്ട്. സത്യം പറയാൻ എനിക്ക് അറിഞ്ഞതേ ഇല്ല അങ്ങനെ ആയിരുന്നു. ഞാൻ പിന്നെ എല്ലാവരോടും അന്വേഷിച്ചു, നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ഇഴവയായിരുന്നു, അത് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. ഞാൻ വേഗം ഒരു ക്രിസ്ത്യനും ഒരു മുസ്ലിമിനെയും പിടിച്ചിരുത്തി. ആക്ച്വലി ഒരു മുസ്ലിം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ക്രിസ്ത്യനും കൂടി പിടിച്ചു നിർത്തി. പക്ഷേ ഇതൊക്കെ എനിക്കിങ്ങനെ ചിന്തിക്കാൻ ആവശ്യം തോന്നിയിട്ടാണല്ലോ മുമ്പ്, മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ പാർട്ടികൾ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അവർ ജാതിയെക്കുറിച്ച് ചിന്തിക്കാതെ ടിക്കറ്റ് കൊടുക്കുമോ? അവർക്കറിയാം ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇവിടെ ഒരു ക്രിസ്ത്യൻ വേണോ, അവിടെ ഒരു സംസ്ഥാനത്ത് ഒരു നായരാണ് ജയിക്കുക, അവിടെ ഒരു സംസ്ഥാനം ഓഫ് കോഴ്സ് ദളിത്തിന് റിസർവേഷൻ ഉണ്ട്. പക്ഷെ മറ്റേടൊക്കെ ചിലവർ ജാതി നോക്കിയിട്ടാണ് പാർട്ടി ടിക്കറ്റ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? നമ്മുടെ രാജ്യത്തിൽ പല ബെനിഫിറ്റ്സും പല ദുർഭാഗ്യങ്ങളും ജാതിയുടെ ഒപ്പം ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ജാതിയെക്കുറിച്ച് അറിയാതിരുന്നാലും നടക്കില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ സ്ഥിതിയിൽ റിസർവേഷൻസും വേറെ പല ഗുണങ്ങളും സർക്കാർ കൊടുക്കുന്നുണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജാതിയെക്കുറിച്ചൊന്നും ചോദിക്കാതിരിക്കുക? നമ്മൾക്ക് എണ്ണമെങ്കിലും അറിയണ്ടേ? അഥവാ ഉദാഹരണമാണെങ്കിൽ OBCs ഇത്ര ശതമാനം വേണമെന്ന് പറഞ്ഞിട്ട് അവർ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് റിസർവേഷൻ തരാം, പക്ഷേ 50% ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് OBC റിസർവേഷൻ അവർ കൊടുത്തത്. പക്ഷെ ചില OBCs പറയുന്നത് ഞങ്ങൾ തന്നെ 60-70%. എങ്ങനെ ഞങ്ങൾ 25 നിങ്ങളെ ഒതുക്കണം, അതിന് മാറ്റമാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ വിവാദമൊക്കെ നടക്കുന്ന പകരം എണ്ണം ശരിക്കും അറിയട്ടെ, പിന്നെ നമ്മൾ പോളിസിയെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആർഗ്യുമെൻറ്റ്. ഞാൻ പറയുന്നത് ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇഷ്ടമല്ല. അത് പല കാരണങ്ങളുണ്ട്. നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ തന്നെ ഒരു ദൈവം, ഒരു മതം, ഒരു ജാതി മതി മനുഷ്യന്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഓരോരു ഈ ഡിവിഷൻസാണ്, നമ്മൾ ഭിന്നിക്കുന്ന ഒരു ചിന്തയാണ്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്തിൽ. അതിനെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? പക്ഷേ ഈ പ്യൂ സർവേയിലൊക്കെ കാണുന്നത് നമ്മൾ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ മിക്കവാറും ഭൂരിപക്ഷവും ഈശ്വര വിശ്വാസികളാണ്. പക്ഷേ ഈ സ്റ്റേറ്റ് ഈ ജാതി കാര്യത്തിലൊക്കെ ഇടപെടുന്നതിന് അവരെതിരില്ല. അത് വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്ന് ഓർക്കണം. വിദ്യാഭ്യാസം, ഇപ്പം ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസം ഒരിക്കലും വിവരക്കേടിന് ഒരു വിലങ്ങുതടി ആയിട്ടില്ല എങ്ങും.
അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇത്രയും പുരോഗമിച്ച ഇന്ത്യ ഇപ്പോഴും ചിന്തിക്കുന്നെങ്കിൽ അപ്പൊ എന്തായിരിക്കും ഇന്ത്യയുടെ ഭാവി എന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ആർഗ്യുമെന്റ്, ആ. അതിന്റെ അർത്ഥം നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻസേ ഉണ്ടാവില്ല. ആ. അത് അവർ പറയണത് ഞങ്ങൾ 3000 വർഷമായിട്ട് ഇത്ര ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച ശേഷം നിങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ കാര്യം ഒരു 10-50 വർഷമായി കിട്ടിയെന്ന് അതിനെയും കൂടി നിങ്ങൾ പിൻവലിക്കുമോ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയുക? അപ്പോൾ ഇതാണ് കേരളം ശരിക്കും ഒരു അൺയൂഷ്വൽ സ്റ്റേറ്റ് ആണ്. കേരളത്തിൽ എല്ലാ ജാതിയിലത്തെ വ്യക്തികൾക്ക് വിദ്യാഭ്യാസ അവസരമുണ്ട്, എല്ലാവർക്കും പഠിക്കാനുള്ള സാധ്യതയുണ്ട്, ലിറ്ററസി റേറ്റിലും കൂടി വ്യത്യാസമില്ല. ഇപ്പോൾ നമ്മൾ എല്ലാവരും എഴുതാനും വായിക്കാനും അറിയുന്നവരായ കാരണം അതിലും കൂടി ഒരു വലിയ വ്യത്യാസം കാണുന്നു. പക്ഷെ ഭാരതം മുഴുവൻ നോക്കുകയാണെങ്കിൽ അതല്ല കഥ. പല ഭാഗത്ത് ദർ ഇസ് എ കോറിലേഷൻ ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ പിന്നെ ജോലി ഇല്ലായ്മ, തൊഴിലില്ലായ്മ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഭൂമി ഇല്ലായ്മ, ഇതിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് കാസ്റ്റിൻ്റെ. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് നമ്മൾക്ക് ഇതിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം ജാതി വിട്ട് നമുക്കൊരു അല്പം സാമ്പത്തിക ശാസ്ത്രം സംസാരിക്കാം. അതിനു മുമ്പ് പക്ഷെ അത് കാസ്റ്റും ക്ലാസ്സും ഇതായിരുന്നു വലിയ. നിങ്ങൾ EMS പേരെടുത്തു. EMS എന്താണെന്ന് അംബേദ്കറിന്റെ എതിരെ എഴുതിയത്. എന്തിനാണ് ഈ വ്യക്തി ഇത്ര ഒരു ട്രിവിയൽ ഇഷ്യൂ, ശരിക്കും ഒരു പ്രാധാന്യമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് EMS 1943 എഴുതിയത്. അംബേദ്കർ ആ സമയത്ത് പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് ഞങ്ങൾക്ക് അത്യാവശ്യമായ ആവശ്യമുള്ളത് ഈ ഞങ്ങളുടെ ജാതിക്കാരെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അംബേദ്കർ പറഞ്ഞത്. പക്ഷേ EMS അതിനെതിരിച്ചാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ കാലത്ത് പ്രത്യേകിച്ച് അവർ അംബേദ്കറിനോട് ക്രിറ്റിക് എന്തായിരുന്നു? ക്ലാസ്സാണ് പ്രാധാന്യം, കാസ്റ്റ് അല്ല. നേരെ മറിച്ച് അംബേദ്കർ പറഞ്ഞു അല്ല, ഭാരതത്തിന്റെ യാഥാർത്ഥ്യം വേറെ. നിങ്ങൾ മാർക്സ് ഒരു കാര്യം മനസ്സിലാക്കില്ല. മാർക്സ് ക്ലാസിനെ കുറിച്ച് സംസാരിച്ചു, പക്ഷെ ഭാരതത്തിന്റെ യാഥാർത്ഥ്യം കാസ്റ്റാണ്. ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അത് ഞങ്ങൾ എത്ര നാളെ പണം ഉണ്ടാക്കിക്കൂടി, ഞാൻ എത്ര പഠിച്ചിട്ട്, അംബേദ്കറിന് അത്ര പഠിച്ച് ഡിഗ്രി വാങ്ങിയ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ. എന്നിട്ടും കൂടി അദ്ദേഹത്തെ കാണുന്നത് ഒരു ദളിതായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സുള്ള ഭാരതത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, കാസ്റ്റിന്? ആ തർക്കത്തിലാണ് EMSഉം അംബേദ്കറും ഒരേ മനസ്സില്ലാത്ത. ഓക്കെ, അപ്പം ഞാൻ ഈ ക്ലാസിൻ്റെയും കാസ്റ്റിൻ്റെയും കാര്യം പറഞ്ഞതിൽ നിന്ന് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു അന്തരത്തിലേക്ക് ഒന്ന് കിടക്കുകയാണ്. അപ്പം അതിനു മുമ്പ് ഞാനൊരു 3 കാര്യങ്ങൾ, താങ്കൾക്ക് ഒരുപക്ഷെ നിഷേധിക്കാൻ കഴിയാത്ത 3 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്ന്, താങ്കൾക്ക് BJP എന്ന പാർട്ടിയുടെ ഈ ഭൂരിപക്ഷ വർഗീയ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തോട് ഒരു യോജിപ്പുമില്ല എന്നെനിക്കറിയാം. എന്നാലും താങ്കൾക്ക് BJP ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ, വിദേശകാര്യ, സാമ്പത്തിക പരിപാടികളെ കുറിച്ചിട്ട് ഏറെക്കുറെ യോജിപ്പാണ്. ഒന്ന്. 2, താങ്കൾക്ക് വാജ്പേയി മുതലുള്ള BJP നേതാക്കളുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റ് ആയിരുന്നപ്പോൾ ജയശങ്കറുമായിട്ട് താങ്കൾ വളരെ നല്ല അടുപ്പത്തിലാണ്. ജയശങ്കറിന്റെ അച്ഛനുമായിട്ട് താങ്കൾക്ക്, ജയശങ്കർ കോൺഗ്രസ് സർക്കാരിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. അതെ, താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. ജയശങ്കറിന്റെ അച്ഛനെയും താങ്കൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അന്ന് മുതൽ താങ്കൾക്ക് ഇവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. 3-ാമത്തെ കാര്യം, ഒരു 10 വർഷമായിട്ട് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഉന്നതർ, ഭരണകൂടത്തിന്റെ ഉന്നതർ ശശി തരൂരിന്റെ പിന്നാലെയാണ്. അവർക്ക് ശശി തരൂരിനെ വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എൻ്റെ ചോദ്യം, ശശി തരൂർ പോകുമോ? ഒരു സാധ്യതയുമില്ല. കാരണം നോക്കൂ, ഞാൻ ഒരു ട്രൂ സ്റ്റോറി പറഞ്ഞുതരാം. സംഭവിച്ചത്, ഞാൻ ഐക്യരാജ്യസഭയിൽ സെക്രട്ടറി ജനറൽ മത്സരിച്ച ശേഷം, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇലക്ഷൻ തോറ്റു. ഞാൻ തിരിച്ചു വന്നപ്പോൾ വാജ്പേയി സാറിൻ്റെ ഒരു മന്ത്രി, ഞാൻ അറിയുന്നൊരു വ്യക്തിയായിരുന്നു, പേര് പറയുന്നില്ല, അതൊരു പ്രൈവറ്റ് കോൺവെർസേഷനാണ്. അദ്ദേഹം എൻ്റെ ഓഫീസ് ന്യൂയോർക്കിൽ കാണാൻ വന്നു. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കൂടി പ്രവർത്തിച്ചു ഐക്യരാജ്യസഭ, എന്നിട്ടാണ് ഞാൻ വിട്ടിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വന്നിട്ട് BJPയിൽ ചേരുക. ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? 1-2 വായിച്ചിട്ടുണ്ട് പറഞ്ഞു അദ്ദേഹം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം അറിയാമല്ലോ, നിങ്ങൾ ഭാരതത്തെ കാണുന്ന രീതിയിലല്ല ഞാൻ ഭാരതത്തെ കാണുക. അപ്പം ഞാൻ എങ്ങനെ നിങ്ങളൊപ്പം ഒരു ഭാഗമാവും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും ഇതൊക്കെ പോട്ടെ, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് പാർട്ടിയോടൊപ്പം 100% യോജിപ്പുണ്ടാവുമോ? ഞാൻ സമ്മതിക്കേണ്ടി വന്നില്ല. കോൺഗ്രസ് എമർജൻസി നടത്തിയപ്പോൾ ഞാൻ അവരെതിരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓരോരോ കാലത്തിൽ ഓരോരോ പാർട്ടി തെറ്റിയെന്ന്, ഏത് പാർട്ടിയും പെർഫെക്റ്റ് അല്ല. അതുപോലെ എടുക്കൂ, ഞാനത് വരും പറഞ്ഞു. ഞാൻ നല്ല വാക്ക് പറഞ്ഞില്ല, ഒഴിവാക്കി, ഞാൻ വിട്ടു. പിന്നെ 1-2 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് എന്നെ ആവശ്യപ്പെട്ടു നിങ്ങൾ ഞങ്ങളൊപ്പം വരുമെന്ന്. ആ സമയത്ത് ഞാൻ ഏത് പാർട്ടിയുടെയും അംഗമായിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ
രാഷ്ട്രീയത്തിൽ വരണമെന്നും കൂടി ചിന്തിക്കാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത് രാഷ്ട്രീയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാലം മുതൽക്കേ നമ്മൾ ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയം ചെയ്യണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കുടുംബത്തിൻ്റെ ഒരു മകനാവണം. അതാണ് യാഥാർത്ഥ്യം ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്നോട് നിങ്ങൾ മത്സരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കാതെ തന്നെ യെസ് എന്ന് പറഞ്ഞു. എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജനാധിപത്യത്തിൻ്റെ അകത്ത് ഒരു രാജ്യത്തെ മെച്ചപ്പെടുത്താൻ ബെസ്റ്റ് മാർഗമുള്ളത് ഇതന്നെയാണ്, പിന്നെ രാഷ്ട്രീയം. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു. അപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയാൽ എങ്ങനെ ചാടാതിരിക്കാൻ പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിക്കും ഒരു ബുദ്ധി കുറവായിരുന്നു എൻ്റെ ആ സമയത്ത്. കാരണം ഞാൻ 19 വയസ്സിൽ ഇന്ത്യ വിട്ട് പഠിക്കാൻ വിദേശത്ത് പോകുമ്പോൾ 21 വോട്ടിംഗ് ഏജ്. അപ്പം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ വോട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. ഇന്നലെ കൂടി ഞാൻ ചാടി ഇറങ്ങി ഭയങ്കര അഥവാ അനുഭവങ്ങളൊക്കെ പോട്ടെ. ഇതെല്ലാം ചെയ്ത ശേഷം ഞാൻ തന്നെ സ്വയം ചോദിക്കേണ്ടി വന്നു, എന്തുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, നമുക്ക് ഈ രാജ്യം നന്നാക്കാൻ വേണ്ടി എല്ലാം വെച്ച് എഫക്റ്റീവ് മാർഗം ഇതന്നെയാണ് രാഷ്ട്രീയം. ഞാൻ എഴുതാം, പുസ്തകം എഴുതാം, പ്രഭാഷണം ചെയ്യുക, ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പും. പക്ഷെ അതോടെ ആൾക്കാരെ ടച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ. ഈ ഇങ്ങനെ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ പറയുന്നത് ശരിയല്ല, പക്ഷെ അതാണ് സത്യം. എഴുത്ത് വഴിക്ക് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് സർക്കാരിൽ വന്ന് പ്രവർത്തിച്ചാലോ രാഷ്ട്രീയത്തിൽ വന്ന് പ്രവർത്തിച്ചാലോ നമ്മൾ പല അത്യാവശ്യമായ തീരുമാനങ്ങളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാരന് ഹി മസ്റ്റ് ഹാവ് എ വിഷൻ ഓഫ് എ ബെറ്റർ സൊസൈറ്റി. എന്താണ് നമ്മളുടെ കാഴ്ചപ്പാട്, എന്താണ് നമ്മൾ കാണുന്നത് ഒരു മെച്ചപ്പെടുത്തിയ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട്. ആ കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടായിരുന്നു. ആ വിഷനിൽ എനിക്ക് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എൻ്റെ പുസ്തകങ്ങളിൽ എല്ലാറ്റിലും നിങ്ങൾ കാണുന്നത് എന്താണ്, ഡൈവേഴ്സിറ്റി, ബഹുസ്വരത. ഭാരതത്തിൻ്റെ എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഷയുടെ വ്യക്തികൾ ഒരുമിച്ചിരിക്കുന്നത്. ഞാൻ 1996 എഴുതിയൊരു പുസ്തകം, ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട്, ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് മില്ലേനിയം. അപ്പോഴേ ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഇന്ത്യയിൽ സംഭവിക്കുന്ന ഈ എക്സ്പെരിമെന്റ് ഇത് ലോകത്തിന് ഒരു മാതൃകയാണ്, ഒരു ഉദാഹരണമാണ്. ആ വിശ്വാസമുള്ള ഒരാൾ എങ്ങനെ ഒരിക്കലും കൂടി ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കും. താങ്കൾക്ക് ചിന്തിക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് വളരെ ആദ്യം മുതലേ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടി മാത്രം എടുത്ത നിലപാടുകളാണ് താങ്കളുടേത്. തന്നെയുമല്ല, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ താങ്കളിൽ വലിയ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്കത് എല്ലായിടത്തും എല്ലായിടത്തും പോകുമ്പോൾ അറിയാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രലോഭനം അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. താങ്കൾക്ക് അവർ വാഗ്ദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഒരുപക്ഷെ അവരുടെ കൂടെ പോയാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി സ്ഥാനത്ത് ശശി തരൂരിനെ കാണാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ താങ്കൾ പറഞ്ഞ ഈ വിഷൻ ഉണ്ടല്ലോ, നമുക്കൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അധികാരം വേണം. അതിനുവേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. ആ മീൻസ് ഉണ്ടല്ലോ, അധികാരത്തിലേക്കുള്ള മാറ്റത്തിലേക്കുള്ള ഒരു ഉപകരണമാണ് ഈ രാഷ്ട്രീയം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം സാധിക്കുന്നില്ല, താങ്കൾക്ക് അധികാരത്തിൽ എത്തിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്നും ആലോചിക്കാമല്ലോ. രാഷ്ട്രം വെറും പൊസിഷനെ കുറിച്ചോ അധികാരത്തെ കുറിച്ചോ ആണെങ്കിൽ പിന്നെ എവിടെ മൂല്യങ്ങൾ, എവിടെ തത്വം? ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് ചില മൂല്യങ്ങൾ വെച്ചിട്ടും ചില വിശ്വാസങ്ങൾ വെച്ചിട്ടുമാണ്. എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കാത്തത്, ചിലവര് കുറേ വർഷങ്ങൾ ഒരു പാർട്ടിയുടെ അകത്ത് പ്രവർത്തിച്ച് വിമർശിച്ച് അവരുടെ ഇടയിൽ പോയി ചേരുന്ന ഒരു അവസരം കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ചില ജ്യോതിരാദിത്യ സിന്ധ്യ, ജിതിൻ പ്രസാദ്, ഇങ്ങനെയുള്ള എൻ്റെ ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഒപ്പം അടുത്ത് നിന്നവർ വിട്ടിട്ട് BJPക്ക് പോയപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞു, എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവർ ഇന്നലെ വരെ പറയുന്ന വാക്കുകൾ അവരതിന് അങ്ങനെ 180 ഡിഗ്രി തെറ്റിയിട്ടാണ് അവർ പറയാൻ പോണത്. അത് എങ്ങനെ നടക്കും? ഒരു മനുഷ്യന് ഒന്നുമില്ലെങ്കിൽ വിശ്വാസം. എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്, ഒരു പുസ്തകം അമേരിക്കയിലെ ഒരു സ്കോളർ എഴുതിയതാണ്, യുവ രാഷ്ട്രീയക്കാർ, ഇന്ത്യയിലെ യുവ രാഷ്ട്രീയക്കാരപ്പോൾ ഇൻ്റർവ്യൂസ് നടത്തിയിട്ട് എന്നോട് ഒരു ആമുഖം എഴുതാൻ, ഒരു ബ്ലേബ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ട് അടുത്ത ആഴ്ച അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വായിക്കുകയാണ്. അദ്ദേഹം BJPയുടെ എതിരെ പറയുന്ന വിമർശനങ്ങളും കോൺഗ്രസിൻ്റെ മൂല്യങ്ങളും സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ ആമുഖം എഴുതും? നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ഇന്ത്യ ചെയ്തിരിക്കണം, അദ്ദേഹത്തിന് നിങ്ങൾ വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യണ്ടേ ചോദിച്ചു. അതാണ് ഞാൻ കാണുന്നത്. അപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ, മൂല്യങ്ങളില്ലെങ്കിൽ, തത്വങ്ങളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ രാഷ്ട്രീയം ചെയ്യണം? നമ്മൾ മിണ്ടാതെ വേറെ ഒന്നും ചെയ്തോടെ. ശരിക്കും നമ്മൾക്ക് ജോലിയോ പണം വേണമെന്നുണ്ടെങ്കിൽ എത്ര വേറെ മാർഗങ്ങളുണ്ട്. ഇത് ജനസേവനത്തിനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഐ വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ്. എങ്ങനെയാണ് ഈ വ്യത്യാസം കൊണ്ടുവരുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത്? എൻ്റെ മൂല്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാനും എൻ്റെ മൂല്യങ്ങളും എൻ്റെ വിശ്വാസങ്ങളെയും ഞാൻ അതിനു വേണ്ടി വാദിച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്.
നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ചില ബി ജെ പിക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞു, ഒരിക്കലും സാധിക്കില്ല. നമ്മൾക്ക് ഒരു 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 പിന്നെ കണ്ട് മര്യാദയോട് സംസാരിക്കാൻ സാധിക്കണമെന്ന് എൻ്റെ വിശ്വാസമുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ശത്രുക്കളായിട്ട് കാണരുത്. അവർ ഭാരതത്തെ കാണുന്ന രീതിയല്ല എൻ്റെ. പക്ഷേ അതിൻ്റെ അർത്ഥമല്ല അവർക്കൊരു വിഷനുണ്ട്. അവരുടെ വിഷനെ അവർ ജനങ്ങളെ പെർസ്വേഡ് ചെയ്യാൻ നോക്കുന്നോ, ജനങ്ങളുടെ വോട്ട് വാങ്ങുന്നോ അതിൻ്റെ പേരിൽ. എനിക്ക് അതിൻ്റെ തെറ്റി ഓപ്പോസിറ്റായ ഒരു വേറെ വിഷനുണ്ട്. ഞാനും എൻ്റെ വോട്ട് വാങ്ങുന്നു. അപ്പോൾ അവസാനത്തിൽ ആർക്കാ വോട്ട് കിട്ടാൻ പോണോ അതുപോലെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ സമ്മതിച്ചു, പലവരും അങ്ങനെയല്ല ചിന്തിക്കുക. അതെ, ഒരു പക്ഷേ ജയശങ്കറിൻ്റെ ഒരു സ്ഥാനത്തിൽ ചിലരെന്നെ ഇരുത്താൻ തയ്യാറായിട്ടുണ്ടാവും. പക്ഷെ ആ അവസരമൊക്കെ ഞാൻ അപ്പോഴേ ഉപേക്ഷിച്ചതാണ്. എനിക്ക് ഒരു സ്ഥാനത്തിലല്ല അവസാനത്തിൽ നിൽക്കാൻ പോണത്. ആക്ച്വലി ഒരു എഴുത്തുകാരൻ, നിങ്ങൾ അറിയുന്നൊരു വ്യക്തിയാണ്, പക്ഷെ അതും പേരെടുക്കുന്നില്ല, പ്രൈവറ്റ്ലി പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആൾക്കാരോട് പറഞ്ഞു, അദ്ദേഹം ഒരു മുസ്ലിം കൂടിയാണ്, ഇങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മറുപടി, ശശി തരൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പുസ്തകങ്ങളെ കത്തിവിടേണ്ടി വരും പിന്നെ ബി ജെ പിയിൽ ചേർന്നാൽ. അതുകൊണ്ട് ഒരിക്കലും ശരിയില്ല. നിങ്ങൾ വായിക്കുന്നവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ മൂല്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സെവിടെയാണ്. പക്ഷെ വായിക്കാത്തവരാണ് ഭൂരിപക്ഷം ഉള്ളത് രാഷ്ട്രീയത്തിലും, അതും തെളിവുണ്ട്. അപ്പോൾ താങ്കളെപ്പോലുള്ള നിലപാട് എടുക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ അധികാരപ്രമത്തത കുറയ്ക്കാനും ജനാധിപത്യം നിലനിർത്താനും ഒക്കെ വലിയ സംഭാവനകൾ നൽകുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, അത് മാത്രം മതിയോ? കാരണം ആളുകളുടെ ഭാഗത്തു നിന്ന് ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ ഉണ്ടാവേണ്ട. ഇപ്പം താങ്കൾ തന്നെ അടുത്ത കാലത്ത് പ്രയോഗിക്കുന്ന ചില പദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്നിപ്പോൾ ഇലക്റ്റഡ് ഓട്ടോക്രസി എന്ന് നമ്മൾ പറയും, അതിപ്പോൾ ഡെമോക്രാറ്റിക് ഡീകൺസോളിഡേഷൻ എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ഡീകൺസോളിഡേഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ ആളുകൾ കൂടി ജനാധിപത്യത്തെ നട്ടു നനച്ച് വളർത്താൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ശ്രമം, അതിൻ്റെ ഒരു സൂചന ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? നോക്കൂ, ഈ ഡെമോക്രാറ്റിക് ഡീകൺസോളിഡേഷൻ തിയറി എന്താണ്? പല സ്ഥാപിച്ച ജനാധിപത്യത്തിനകത്ത് ആൾക്കാർ തെരഞ്ഞെടുപ്പ് ജയിച്ച് വന്നിട്ട് ആ ജനാധിപത്യത്തിൻ്റെ ഓരോരോ സ്ഥാപനങ്ങൾ, ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ദുർബലമാക്കുന്നു. അതല്ലേ നമ്മൾ കണ്ടിരിക്കുന്ന 10 വർഷക്കാലമായിട്ട്. അവർ ഭരണഘടന മാറ്റിയില്ല. ആദ്യം പലരും ഭയമായിരുന്നു, അവർ ഈ ഭരണഘടന ചീന്തിക്കളഞ്ഞിട്ട് വേറെ അവർ സ്വന്തം ഭരണഘടന എഴുതുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയില്ല, പക്ഷെ ഒരു സമയത്ത് വലിയ സംസാരമുണ്ടായിരുന്നു. ഗുരുമൂർത്തി എന്ന് പറഞ്ഞ RSS ഐഡിയോളോഗ് ഒരു പുതിയൊരു ഭരണഘടന എഴുതുന്നുണ്ടായിരുന്നു. ആദ്യം ഇൻ്റർവ്യൂ കൊടുത്ത് പറഞ്ഞു, ഞാൻ ഭരണഘടന എഴുതുന്നുണ്ട്, ഞങ്ങൾ പുതിയ ഭരണഘടന കൊണ്ടുവരാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മോദിയും BJP സർക്കാരും മനസ്സിലാക്കിയാൽ ചെയ്യാൻ ആവശ്യമില്ല. ഈ ഒരേ ഭരണഘടനയെ വെച്ചിട്ട് അതിൻ്റെ സ്പിരിറ്റും അതിൻ്റെ അർത്ഥവും നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട്, ഉദാഹരണമാണ് ഈ അടിയന്തര എമർജൻസി റൂൾ. അവർ എമർജൻസി എല്ലാ ദിവസവും ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ എമർജൻസി പ്രഖ്യാപിക്കാതെ എമർജൻസിക്കാട് മോശമായ പല ലോസ് കൊണ്ടുവന്നിട്ടുണ്ട് അവർ. UAP എന്താണ്? ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുക, ബെയിൽ കൊടുക്കണ്ട, കോടതി കൂടി കൊണ്ടുവരണ്ട, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ, നിങ്ങൾ എത്ര വേണമെങ്കിലും. അപ്പം അങ്ങനെ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അതല്ലേ നമ്മുടെ രാജ്യത്ത് ഒരു ഡെമോക്രാറ്റിക് ഡീകൺസോളിഡേഷൻ. അതാണ് ഒരു സ്വീഡനിലെ ഒരു സ്ഥാപനം, ദി VDEM ഇൻസ്റ്റിറ്റ്യൂട്ട്, വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ശരിക്കും ഒരു ജനാധിപത്യമാണോ അതൊരു ഇലക്ടറൽ ഓട്ടോക്രസിയാണോ? അതാണ് സമയം. നമ്മൾ ഇലക്ഷൻ കൊടുക്കും, ആൾക്കാർക്ക് വോട്ട് കൊടുക്കും, അത് ശരി തന്നെയാണ്. പക്ഷെ അവർ ജയിച്ച ശേഷം അവർക്ക് ഇഷ്ടപ്രകാരം ചെയ്യാം. നമ്മളെ എന്ത് വേണമെങ്കിലും അവർ ചെയ്താലും നമ്മൾക്ക് ആ ഒരു ജനാധിപത്യത്തിനകത്ത്, ജനാധിപത്യം പറഞ്ഞാൽ വെറും ഒരു 5 വർഷം ഇലക്ഷൻ മാത്രമല്ലല്ലോ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ 5 വർഷത്തെ ഇടയിൽ നമ്മൾ ഏത് അവകാശത്തോടും ജീവിക്കാൻ സാധിക്കുക, നമ്മൾ എന്ത് സ്വാതന്ത്ര്യത്തോടും സംസാരിക്കാൻ സാധിക്കുക, എഴുതാൻ സാധിക്കുക, പിന്നെ പ്രതിഷേധം ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ ജനാധിപത്യമാണ്. കേരളം എപ്പോഴും പല വിധത്തിലൊരു ജനാധിപത്യം തന്നെയാണ്. പക്ഷേ ഭാരതത്തിൻ്റെ പല ഭാഗത്തിലും അങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കും. ഉമാർ ഖാലിദിന്റെ സ്ഥിതി എന്താണ്? അല്ല, ഇപ്പം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭരണകൂടങ്ങൾ അവർക്ക് ചെയ്യാവുന്നത് കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഈ ലോക്സഭാ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്നത് 76 ഫ്രീസ് ചെയ്തതാണ് 25 വർഷത്തേക്ക്. അന്ന് ഇന്ദിരാഗാന്ധി ഫ്രീസ് ചെയ്തു. അതിനുശേഷം വീണ്ടും വാജ്പേയി 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്തു. 2026 ആകുമ്പോഴത്തേക്കും ആ കാലാവധി അവസാനിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഇപ്പം UP-യിലും ബീഹാറിലും ഒക്കെ ഒരുപാട് ലോക്സഭാ മണ്ഡലങ്ങൾ കൂടുകയും നമ്മളുടെ തെക്ക് ലോക്സഭാ മണ്ഡലങ്ങൾ കുറയുകയും ചെയ്യും. അത് വലിയൊരു നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. കാരണം ഒരു വിധത്തിൽ ജനാധിപത്യ ലോജിക്കോട് പറയാം, 1 man 1 വോട്ടാണ്. അപ്പോൾ UP-യിൽ ഇത്ര കൂടുതൽ ജനങ്ങളുള്ളപ്പോൾ എന്തിനാണ് അവർക്ക് കൂടുതൽ പ്രതിനിധികൾ കിട്ടിക്കൂടെ? നമ്മളുടെ ഇപ്പോൾ ഈ അടുത്ത സെൻസസ് വരുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ സാധ്യത ഭയങ്കരമാണ്, നമ്മളുടെ പോപ്പുലേഷൻ ചുരുങ്ങി എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്ഥിതിയിൽ എന്തുകൊണ്ട് കേരളത്തിന്
പിന്നെ ഒരു എം പിക്ക് 20 ലക്ഷം ആൾക്കാരും പിന്നെ UP MP പ്രസിഡന്റിന് കൊടുക്കുന്നത് 27 ലക്ഷം ആൾക്കാരും അത് ന്യായമാണോ എന്ന് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു രാജ്യത്തിലൊരു ബഹുസ്വരമുള്ളൊരു ഭാരതത്തിൽ നമ്മൾക്ക് എല്ലാവരെയും താല്പര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ഭാരതത്തെ ഐക്യം കാണണമെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടാവണം. നമ്മൾക്കും ഇതിലൊരു നഷ്ടമില്ല ഇതിന് പങ്കെടുക്കണത്. നേരെ മറിച്ച് നാളെ ഹിന്ദി സ്പീക്കിംഗ് സംസ്ഥാനങ്ങൾക്ക് ഒരു 2/3 മെജോറിറ്റി പാർലമെന്റിൽ കിട്ടിയാൽ അവർക്ക് ഇഷ്ടപ്രകാരം ലോ പാസ്സാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, അതുമാത്രമല്ല നാളെ ഒരു ഹിന്ദിക്കാരൻ എണീച്ചിട്ട് ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചാൽ നാളെ തമിഴ്നാട്ടിൽ എന്ത് പറ്റും? നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യത്തിനെ പ്രശ്നം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു രീതി. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മൾക്ക് പല പുതിയ ഐഡിയാസ് ചിന്തിക്കാനുള്ള സമയമായി. ഇന്നാൾ ചന്ദ്രബാബു നായിഡുവും MK സ്റ്റാലിനും എല്ലാവരും ഞങ്ങളുടെ സംസ്ഥാനത്തിൽ കൂടുതൽ കുട്ടികളുണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതല്ല എൻ്റെ വിശ്വാസം. നമുക്ക് കുട്ടികളല്ല ആവശ്യമുള്ളത്, നമുക്ക് ഐഡിയാസാണ് ആവശ്യമുള്ളത്. പക്ഷെ ആ ഐഡിയാസിനെ കേൾക്കാൻ ഡൽഹിയിൽ തയ്യാറാവണം സർക്കാർ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിനിധികളായിട്ട് സംസാരിക്കാൻ ആവശ്യമുള്ളത്. ഈ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കോവിഡിൻ്റെ കാര്യം 21-ന്റെ സെൻസസ് നടന്നില്ല. 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഈ അവസരവാദികൾ ഡൽഹിയിൽ ഇരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കി. വാജ്പേയി നീട്ടി കൊണ്ടുവന്നപ്പോൾ 84th അമെൻമെൻറ്റ്, 84ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? The first delimitation after the first census after 2026. ആ എഴുതിയവർ വിചാരിച്ചു 2031 വരെയെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആവശ്യമുണ്ടാവില്ല. പക്ഷേ ഇവർ ഈ സെൻസസിനെ വൈകിപ്പിച്ച കാരണം 2025-ലാണ് ഇപ്പോൾ സെൻസസ് അവർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. 2026 അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ ചെയ്യാൻ അടുത്ത വർഷം തന്നെ ചെയ്യാം. അത് ടെക്നിക്കലി ലോ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം കറക്റ്റാണ്. ഫസ്റ്റ് ഡീലിമിറ്റേഷൻ ആഫ്റ്റർ 2026 അത് 2027-ലാവാം. അപ്പോൾ നമ്മൾക്ക് ഇതൊരു പെട്ടെന്ന് ഈ അടുത്ത 2-3 വർഷത്തിൻ്റെ അകത്ത് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രാഘവനോട് ഇരിക്കേണ്ട, രാഘവനും എന്നെ പോലെയുള്ള ഇപ്പോഴത്തെ പാർലമെൻറ്റ് സേവനം ചെയ്യാൻ അവർക്ക് ഈ വിഷയത്തെ ഏറ്റെടുക്കാനും ഇതിനെക്കുറിച്ച് പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ വലിയ അത്യാവശ്യമായി. അതിൻ്റെ ഒപ്പം നമ്മളുടെ ദക്ഷിണ ഭാരതത്തിൻ്റെ തെക്കൻ ഭാരതത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ഈ വിഷയത്തിൽ ഒരുമിച്ച് കൂടി ഒരേ സ്റ്റാൻഡ് എടുക്കണം. നമുക്കറിയാം 2 സംസ്ഥാനം കോൺഗ്രസിൻ്റെയാണ്, ഒന്ന് DMK, ഒന്ന് തെലുഗുദേശം. പക്ഷേ ഒന്ന് പിന്നെ നമുക്കറിയാം CPM ആണ്. പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, നമ്മളുടെ ഐക്യം ഈ തെക്കൻ ഭാരതത്തിൽ ഇല്ലെങ്കിൽ ഈ വിഷയം നമ്മൾ വേഗം മാറിയിട്ട് ഈ രാജ്യത്തിൻ്റെ മുഖചരിത്രം മാറ്റാൻ സാധിക്കുന്ന ഒരു വിഷയമായി മാറി. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ശശി തരൂർ എന്ന് പറഞ്ഞ് എഴുത്തുകാരൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അപ്പോൾ എത്ര രസകരമായ ഒരു അനുഭവമാണ് ശശി തരൂരിന് ഉണ്ടായത്. അപ്പോൾ ഒരു ആത്മകഥ എഴുതിയാലോ എന്ന് തോന്നിയോ? പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1-2 പബ്ലിഷേഴ്സ് വന്നിട്ട് കുറേ കാശും കൂടി ഓഫർ ചെയ്തിട്ട് ഞാൻ ഒന്നാം കാര്യം എൻ്റെ കഥ എഴുതാൻ എനിക്ക് കുറച്ചും കൂടി ചെയ്യാനുണ്ട്. കഥയല്ല, ഓട്ടോബയോഗ്രഫി, ആത്മകഥ അല്ല, ഓർമ്മകൾ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എഴുത്തുകാരൻ നഷ്ടപ്പെട്ടില്ല. ഞാൻ പല കോളംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന, പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന 26 പുസ്തകം, 27ാമത്തെ ഞാൻ എഴുതുന്നുണ്ട് ഭരണഘടനയെക്കുറിച്ച്. പക്ഷേ നോവലിസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് സമ്മതിക്കാം. അത് എൻ്റെ ഐക്യരാജ്യസഭ സ്ഥാനം പിന്നെ സീനിയറായി വരുമ്പോഴേ നഷ്ടപ്പെടാൻ തുടങ്ങിയത്. എൻ്റെ കഴിഞ്ഞ നോവൽ 3ാമത്തെ നോവലും 4ാമത്തെ ഫിക്ഷൻ പുസ്തകം 2001-ലായിരുന്നു. കലാപ് എന്ന് പറഞ്ഞ റായത്ത് എന്ന് പറഞ്ഞ പുസ്തകം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ നോവൽ ആരംഭിക്കും, എന്താണ് ഞാൻ കണ്ടുപിടിച്ചത്? നോവൽ എഴുതാൻ നമ്മൾക്ക് സമയം മാത്രം കണ്ടുപിടിക്കാനല്ല ആവശ്യം. അതന്നെ ബുദ്ധിമുട്ടാണ് ഒരു വേറെ ജോലി എടുക്കുന്ന ഒരു വ്യക്തിക്ക്. പക്ഷെ സമയം മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു വേറൊരു ലോകം നമുക്ക് ഉണ്ടാക്കണം. ഒരു ഓൾട്ടർനേറ്റീവ് മോഡൽ യൂണിവേഴ്സ് എന്ന് പറയും. ആ ലോകം ഉണ്ടാക്കി അതിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളും, അവിടെ സംസാരിക്കുന്ന സംസാരങ്ങളും, അവിടുത്തെ പിന്നെ വ്യക്തികളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ആ കുറച്ച് മണിക്കൂർ എല്ലാ ദിവസവും നമ്മൾ യാഥാർത്ഥ്യം പോലെ തോന്നണം. പക്ഷേ ഐക്യരാജ്യസഭയിലെ ജോലിയിലും ഇവിടുത്തെ രാഷ്ട്രീയത്തിലും അത് തീരെ സാധ്യതയില്ല. കാരണം നമ്മളൊരു ഒരു കർണാടകയുടെ ഒരു പാലസ് കെട്ടിയിട്ട് അത് അങ്ങനെ ഇൻട്രപ്ഷൻ, ഇവിടെ പോയിട്ട് പ്രചരണം ചെയ്യണം. ഞാൻ ഇപ്പോൾ 4 ദിവസം വയനാട് പ്രചരണം ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇനി ചേലക്കരയും പാലക്കാടും പോകാനുണ്ട്. എങ്ങനെ ആ ഗ്ലാസ് പാലസിനകത്ത് ഇരിക്കും. അപ്പോൾ ആ കണ്ണാടിൻ്റെ അകത്ത് നമ്മൾക്ക് ക്രാക്സ് വരും. 5-6 ആഴ്ചയായിട്ട് നമുക്ക് ആ ഗ്ലാസ് പാലസിനകത്ത് നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ അതിനെ പൊളിഞ്ഞു വീഴും. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ 3-4 നോവൽ ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ സാധിക്കാതെ വിട്ടിട്ടില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ 4 ഫിക്ഷനായിരുന്നു, 3 നോവലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 21 പുസ്തകം എല്ലാം നോൺ ഫിക്ഷനാണ്.
കാരണം നോൺ ഫിക്ഷൻ ഇൻറ്ററപ്റ്റബിൾ ആണ്. നമ്മൾ വല്ലതും എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് 6-7 ആഴ്ചയ്ക്ക് തൊടാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ തിരിച്ചു പോയി എഴുതുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമ്മളുടെ ആർഗ്യുമെന്റിന്റെ പിടുത്തം കിട്ടും, നമുക്ക് അതിനെ നീട്ടാൻ സാധിക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ അല്ല, ഇപ്പൊ ആത്മകഥയുടെ കാര്യത്തിൽ നേരിട്ടൊരു മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിക്കുക, പണ്ട് ടാഗോർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ടാഗോർ പറഞ്ഞതായിട്ട്, അതായത് ആത്മകഥ എഴുതിയാൽ സത്യസന്ധമായിട്ട് എഴുതണം, അത് ഒരുപാട് പേരുടെ ജീവിതത്തെ ബാധിക്കും, പ്രത്യേകിച്ചും കുറേ സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്നു. ഞാൻ അങ്ങനെ വല്ലതും പേടിച്ചാണോ? അതെ, ടാഗോർ. പക്ഷേ അല്ല, അങ്ങനെയൊക്കെ ചിലവർ പൊളിറ്റിക്കൽ മെമ്മോർ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. കാരണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് എഴുതാൻ ആവശ്യമില്ല നിർബന്ധമായിട്ട്. അപ്പം ഞാനും ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മാത്രമേ ഒരു പൊളിറ്റിക്കൽ മെമ്മോർ എഴുതാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് ഒരു ദിവസം എഴുതാൻ ദൈവം സമയം തന്നാൽ ഞാൻ എഴുതിക്കോളാം. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയുടെ വർത്തമാനത്തെ കുറിച്ചിട്ട് അധികം ആരും ഒന്നും പറയാറില്ല. ഇപ്പം താങ്കൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പം എപ്പോഴും കേൾക്കുന്നത് ഈ വർത്തമാനകാലത്തെക്കുറിച്ചല്ല, ഇന്ത്യയുടെ പുരാതന കാലത്ത് മുതൽ നമുക്ക് പുരാണങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാ സയൻസ് സാങ്കേതികവിദ്യ ഇപ്പോൾ കണ്ടുപിടിച്ചതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെന്ന് പറയും. 2047 ഇന്ത്യ ഒരു വളരെ വികസിത രാജ്യമായിരിക്കും എന്ന് പറയും. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ആരും സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏതാണ്ട് ആ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി നമ്മളുടെ സമയമുണ്ടെങ്കിൽ നമ്മുടെ ഈ സദസ്സിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ താങ്കൾക്ക്. നമുക്ക് സമയപരിമിതിയുണ്ട്, എങ്കിലും വളരെ ചുരുങ്ങിയ 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരവസരമുണ്ട്. ഇത്രയും വേഗം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നോവലും ജാതിയൊക്കെ പരാമർശിച്ചുകൊണ്ട് അവസാനം വായിച്ച മരണവംശത്തിലെ ജാതിക്ക് ജാതി പകയെന്നുള്ളൊരു വരിയാണ് ഓർമ്മ വന്നത്. ഷാജികുമാർ എഴുതിയ മരണവംശം നോവൽ. അപ്പോൾ അതൊരു ജാതിക്ക് ജാതി പകയെന്നുള്ളൊരു കോട്ട് അതിലുണ്ട്. നമ്മൾ ജാതിക്ക് ജാതിയാണല്ലോ പകയായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പം എല്ലാം ജാതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ UGCയുടെ നെറ്റ് എക്സാം ഉണ്ട്, അതിൽ പാസിംഗ് മാർക്ക് പോലും ജാതി വെച്ചിട്ടാണ്. അതായത് ഫോർവേഡ് കാസ്റ്റിന് ഒരു പാസിംഗ് മാർക്ക്, കോളേജ് ലെക്ചറാവാൻ ഫോർവേഡ് കാസ്റ്റ് ഒരു പാസ് മാർക്ക് നേടണം, OBC-കാരൻ വേറൊരു പാസ് മാർക്ക് നേടണം, SC/ST-കാരൻ വേറൊരു പാസ് മാർക്ക് നേടണം. ഇയാളെല്ലാവരും കോളേജ് അധ്യാപകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ പാസ്സാവാൻ മാർക്ക് വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജാതിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. എനിക്ക് താങ്കളോടുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഇന്ന് എല്ലാ കേന്ദ്രം ഭരിക്കുന്നവർ പറയുന്നതാണ് നമ്മൾ ഫോറിൻ രാജ്യങ്ങളായിട്ട് നല്ലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. താങ്കളുടെ നിരീക്ഷണത്തിൽ അത് സത്യസന്ധമായ കാര്യമാണോ? ഇപ്പം നമ്മൾ ചൈന, അതേപോലെ US ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഇഷ്യൂസ്, അതേപോലെ പാകിസ്ഥാനായിട്ടുള്ള ബന്ധമൊക്കെ വെച്ചിട്ട് ഇപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളായിട്ട് നല്ലൊരു ബന്ധമാണോ തുടർന്നു പോകുന്നത്? അതേപോലെ നമ്മൾ വയനാടിന് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മളെ കേരളത്തിന് ഇത്രയധികം MP-മാർ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് കേരളത്തിന് നമ്മളൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് പോലും വയനാടിനെ ഇങ്ങനെ അവഗണിക്കാൻ സാധിക്കുന്നത്? അതെന്തുകൊണ്ടാണ് നമ്മൾ നേടിയെടുക്കാൻ പറ്റുന്നത്? ചുരുക്കി ചോദ്യം മാത്രമായിട്ട് ചോദിക്കാം. ഞാൻ ശരിക്കും 100% കേട്ടു എന്ന് കുറച്ച് താങ്കൾ സമറൈസ് ചെയ്ത മെയിൻ പോയിന്റ് ചോദിക്കൂ. അത് ഈ മെരിറ്റ് കണക്കാക്കുമ്പോഴത്തേക്കും ഓരോ ഗ്രൂപ്പിനും ഓരോ പോലെ എന്നുള്ളതാണ് അല്ലേ? അല്ല, അദ്ദേഹം അപ്പോയിന്റ്മെന്റിനൊക്കെ മെരിറ്റ് കണക്കാക്കുമ്പോൾ ഓരോ OBC ഓരോ ജാതിക്കും ഓരോ തരത്തിൽ ഉള്ള സമീപനമാണെന്നാണ്. അല്ല, പക്ഷെ ഇവർ പറയണത് എന്താണ്, ഇവർ ആർഗ്യുമെന്റും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ അഥവാ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ പ്രതിനിധിത്വത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഉദാഹരണം രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാണിച്ചത് 80% സെക്രട്ടറീസ് എങ്ങനെയാണ് സവർണ ബ്രാഹ്മിൻസും അവരൊക്കെ അപ്പർ കാസ്റ്റ് ആയിരിക്കണത്. അവർ പറയണത് ഒരു ഫെയർ സിസ്റ്റമിൽ നമ്മളുടെ രാജ്യത്തിൽ ഇത്ര വലിയ ശതമാനം വേറെ ജാതികൾ ഉള്ളപ്പോൾ അവർക്ക് ഒരു അവസരം കിട്ടണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നോക്കൂ, ഈ വിഷയത്തിൽ ഈ തർക്കം നമ്മൾ കുറേയായി ചെയ്യാം. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, പലവരും കാണുന്നത് അവർ ജാതിയുടെ കാരണം അവർക്ക് എല്ലാ സ്റ്റേജിലും ചില അവസരം കിട്ടിയില്ല. പഠിക്കാൻ, നല്ല സ്കൂളിൽ പഠിക്കാൻ, നല്ല കോളേജിൽ പഠിക്കാൻ, നല്ല റാങ്ക് കിട്ടാൻ പരീക്ഷയിൽ, പിന്നെ നല്ല ജോലി കിട്ടാൻ, ഇതിലെല്ലാത്തിലും അവർക്ക് പല തടസ്സങ്ങളുണ്ടായിരുന്നു അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കുറച്ചൊരു എക്സ്ട്രാ സഹായം കിട്ടിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മുടെ ജനാധിപത്യത്തിൽ അങ്ങനെ എല്ലാവരും വളരല്ലോ എന്നൊരു വിശ്വാസം. അത്രയും ഞാൻ പറയുന്നുള്ളൂ. നമ്മൾക്ക് എല്ലാ ആർഗ്യുമെൻറ്റും ഉണ്ട്. ഈ മെറിറ്റിൻ്റെ ആർഗ്യുമെൻറ്റ് ഞാൻ തന്നെ ഒരു കാലത്തിൽ പറഞ്ഞ് എഴുതിയൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ മറ്റേ ഭാഗം കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയണം. നമുക്ക് കുറച്ചും കൂടി സെൻസിറ്റിവിറ്റി കാണിക്കണം ഈ സഹായം ആവശ്യമുള്ളവർക്ക്, ഈ സംവരണം, ഈ റിസർവേഷൻ ആവശ്യമുള്ളവർക്ക്. സമയമുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ ആവാം. സ്ത്രീനാണ്, ഒരു കുട്ടിക്ക്, മഹിള. നമസ്കാരം സാർ. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് ചെറുപ്പം തൊട്ടേ കേട്ട് വന്ന കാര്യമാണ് ഈ മതം, ഈ നമ്മുടെ ഹിന്ദു മതത്തെ പറ്റിയും. അപ്പം അതുകൊണ്ടാണ് ഈ ഡിസ്ക്രിമിനേഷൻ ഈ ഇന്ത്യയിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായുള്ള ഒരു പ്രധാനമന്ത്രി മതേതര രാജ്യമായ ഇന്ത്യക്ക്
എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തെ സാർ അനുകൂലിക്കുന്നുണ്ടോ? അപ്പൊ അത് ഇനി 2047 ആകുമ്പോഴേക്കും പുരോഗതി ഉണ്ടാവുന്ന നമ്മുടെ രാജ്യം എന്ന് പറയുന്നു. പക്ഷേ അത് ഇതിനെ എത്രമാത്രം അത് ബാധിക്കും? ഇപ്പൊ വളർന്നു വരുന്ന ഈ കേരളം ബാക്കി ഭാക്കി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണെങ്കിലും ബാക്കി UP മുകളിലേക്ക് ഭാഗങ്ങളിലേക്ക് നോർത്ത് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ വളരെ മുന്നോട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ഭയമാണ്. കാരണം മതം എന്ന് പറയുന്ന ഒരു ഭ്രാന്താണല്ലോ. അപ്പൊ ഈ വളർന്നു വരുന്ന കുട്ടികളും ഇത് കേട്ട് ഈ RSSനെ പിന്തുടർന്ന് വരുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വെല്ലുവിളി ആവില്ലേ? നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വെല്ലുവിളിക്കുന്ന രീതിക്കല്ലേ നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്? അപ്പൊ അതിനെതിരെ സാർ എന്താണ് പറയാനുള്ളത്? 100% നിങ്ങളുടെ പ്രയോജനപ്പെടുന്നുണ്ട്. ഇതാണ് സത്യം. ഇതാണ് ഞാനും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംസാരം വന്നാൽ പ്രത്യേകിച്ച് വടക്കൻ ഭാരതത്തിൽ നമ്മൾ കാണുന്നത് ജനങ്ങളുടെ മനസ്സിനെ മാറ്റുന്നു. മുമ്പൊക്കെ ഒരു വാതിലടച്ച് സംസാരിക്കാൻ തോന്നാത്ത ചില ചിന്തകൾ ഇപ്പോൾ ആൾക്കാരെ മന്ത്രിമാരും കൂടി പബ്ലിക് വേദിയിൽ സംസാരിക്കുന്നു. നമ്മളുടെ രാജ്യത്തെ ഒരു സൗന്ദര്യമായിരുന്നു എല്ലാവർക്കും അവർ സ്വന്തം രീതിയിൽ ജീവിക്കുക, അവർ സ്വന്തം ദൈവത്തെ പ്രാർത്ഥിക്കുക, അവർ സ്വന്തം കൾച്ചറിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുക. അവർ എല്ലാ വിധത്തിലും നമ്മളുടെ ഭാരതത്തിൽ അതൊരു ശക്തി കൂടിയായിരുന്നു. എല്ലാവരും പറഞ്ഞു ഭാരതം ഇസ് സച്ച് എ സക്സസ്ഫുൾ എക്സാമ്പിൾ ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡൈവേഴ്സിറ്റി. ലോകത്തിൽ എവിടെ ഇത് കാണാൻ സാധിക്കില്ല എന്നായിരുന്നു നമ്മളെക്കുറിച്ച് പറയേണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇല്ലിബറൽ ഹിന്ദു നാഷണലിസ്റ്റ് ഗവൺമെൻറ്റാണ് കേൾക്കുന്നത് ലോകം മുഴുവൻ. അതുമാത്രമല്ല, ഒരു പുരോഗതിക്ക് നമ്മൾക്ക് അത്യാവശ്യമുള്ളത് സാമൂഹ്യ ഒരു ഇമ്പാണ്. എല്ലാവരും സോഷ്യൽ ഹാർമണി അത്യാവശ്യമാണ്. നമ്മളൊരു കുടുംബം പോലെയല്ലേ ജീവിക്കേണ്ടത്. നമ്മൾ ചില സഹോദരന്മാർ അങ്ങനെ പ്രാർത്ഥിക്കും, ചില സഹോദരിമാർ അവിടെ പോയി പ്രാർത്ഥിക്കും. പക്ഷെ അവസാനത്തിൽ ഈ ലോകത്തിനകം നമ്മളെല്ലാവരും ഒന്നാണ്, ഒരുമിച്ചാണ്. നമ്മൾ ഒരേ സ്വപ്നങ്ങൾ ഒരുമിച്ച് കാണുന്നവരാണ്. ആ വിശ്വാസത്തിലാണ് നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത്. ആ സോഷ്യൽ ഹാർമണിയെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞപ്പോൾ 5-6 കാര്യങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രധാനമന്ത്രി നമ്മളെല്ലാവരെയും പ്രതിനിധിത്വം തരാൻ ഉത്തരവാദിത്തമുള്ള ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞാൽ, അതുമാത്രമല്ല വേറെ പല മന്ത്രിമാരും പല നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ അത് എങ്ങനെ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കും? അത് നമ്മളുടെ രാജ്യത്തിനെ ബാധിക്കുന്ന സംശയം മാത്രമല്ല, ഈ വരാൻ പോകുന്ന ഭാവിയിൽ നമ്മുടെ സൊസൈറ്റി, നമ്മളുടെ സാമൂഹ്യ ഐക്യം നഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഭയം. പ്രത്യേകിച്ച് വടക്കൻ ഭാരതത്തിൽ. ഇപ്പോൾ കൂടി ഞാൻ കാണുന്നത് തെക്കൻ ഭാരതം വേറെയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും എന്തായാലും ഇങ്ങനെ ഒരു ചിന്ത ഇല്ല. ഒരു മനുഷ്യനെ ആദ്യം അദ്ദേഹത്തിന് മതം നോക്കിയിട്ട് കാണുന്ന ചിന്ത ഇല്ല ഇവിടെ നമ്മളെല്ലാവരും കാണും. നമ്മളുടെ രൂപം, നമ്മുടെ കുപ്പായം, നമ്മുടെ സംസാരം, അതൊക്കെ എല്ലാ വ്യക്തിക്കും അതുപോലെ ഇരിക്കാൻ അവകാശമുണ്ട്. നമ്മളെ ആക്രമണിച്ചാതിരിക്കാൻ മതി, അത്രയേ ഉള്ളൂ. യു ക്യാൻ ബി വാട്ട് യു ലൈക്ക് ആസ് ലോങ് as യു ഡോണ്ട് ഹാം അതേഴ്സ്. അതാണ് നമ്മുടെ കോർ തത്വം, നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലേ? പക്ഷേ അത് ഇപ്പോൾ വടക്കൻ ഭാരതത്തിൽ ഞാൻ അറിയുന്ന മുസ്ലിംസ് അവർ പേര് ഒളിക്കാൻ തുടങ്ങി. ആൾക്കാർ പേര് ചോദിക്കുമ്പോൾ അവർ ശരിക്കുള്ള പേര് പറയില്ല. ഒരു ദനിയാലാണെങ്കിൽ ഞാൻ ഡാനി എന്ന് പറയും. എന്തിനാണ്? അയ്യോ എന്നെ മുസ്ലിമായി കണ്ടു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഇങ്ങനെ ഒരു ചിന്ത. ഒരു അച്ഛൻ എന്നോട് പറയായിരുന്നു, ഞാൻ എൻ്റെ മകളോട് ഒരു പബ്ലിക് സ്ഥലത്ത് ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഖുദാ ഹാഫിസ് എന്ന് പറയില്ല, വെറും ഗുഡ് ബൈ എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ ഖുദാ ഹാഫിസ് എന്ന് പറഞ്ഞാൽ അവർ ഉടനെ മനസ്സിലാക്കി ഞാൻ മുസ്ലിമാണ്, എന്നെ അടിച്ചാലോ. അങ്ങനെ ഒരു ചിന്ത ചിലവർ മനസ്സിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞു നോർത്ത് ഇന്ത്യയിൽ. അത് നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് വരരുതെന്ന് മാത്രമല്ല, നമ്മളെപ്പോലെ അവരും അവിടെയാണ് എൻ്റെ ആഗ്രഹം. അവരെ നമ്മൾ പഠിപ്പിക്കട്ടെ എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുകയെന്ന്. അതാണ് കേരളത്തിൻ്റെ സൗന്ദര്യം. അതാണ് നമ്മൾ ഭാരതം മുഴുവൻ ഉണ്ടായിരുന്നത്. അത് വീണ്ടും കാണണം എന്നാണ് എൻ്റെയും ആവശ്യം. താങ്ക് യു സോ മച്ച്.